ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുമൻ കുമാർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടിപ്സ് എന്ന് പറയുന്നത് ഒരു 3D ക്യൂബ് ഔട്ട്ലൈൻ സ്ട്രോക്ക് ഉൾപ്പെടെയുള്ള ഒരു 3D ക്യൂബിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു ചെറിയ ടിപ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഞാൻ ന്യൂ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ കോമ്പോസിഷൻ ഞാൻ 3D ക്യൂബ് ടൈപ്പ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ലെയർ ന്യൂ സോളിഡ്. ഞാനിവിടെ സോളിഡിന് പേര് കൊടുക്കുന്നു സൈഡ്. അതിലൊരു 500 500 എന്ന രീതിയിൽ പിക്സൽ വിഡ്ത്ത് ഹൈറ്റ് കൊടുക്കുന്നു. കളറ് സെറ്റ് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുക. നമുക്കൊരു സ്ക്വയർ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ആ സ്ക്വയറിലേക്ക് നമുക്ക് മാസ്കിങ് അപ്ലൈ ചെയ്യണം. മാസ്കിങ് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഷേപ്പ് എടുത്ത്, നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പ് എടുത്ത് വരച്ചു കൊടുത്ത് മാസ്ക് ചെയ്യാം. പക്ഷേ എനിക്ക് അതേ റെക്റ്റാങ്കിൾ ഷേപ്പിൽ തന്നെ കിട്ടണം. അതിനുവേണ്ടി റെക്റ്റാങ്കിൾ ഷേപ്പിൽ പോയിട്ട് നമ്മൾ ടൂൾസിൽ പോയിട്ട് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് എന്തായി, ഇത് അവിടെ മാസ്ക് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്, കണ്ടോ. അപ്പോൾ ആ റെക്റ്റാങ്കിൾ ഷേപ്പിനകത്ത് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ, ടൂൾ ഉപയോഗിച്ച് ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു മാസ്ക് അപ്ലൈ ആയിട്ടുണ്ട്. അതിനുശേഷം എഫക്ട്സിൽ പോയിട്ട് ജനറേറ്റിനകത്ത് സ്ട്രോക്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഇവിടെ പെയിൻറ് സ്റ്റൈൽ അതിൽ പോയിട്ട് ഓൺ ട്രാൻസ്പെറൻറ്റ് കൊടുത്തതിന് ശേഷം അതിൻ്റെ ബ്രഷിൻ്റെ സൈസ് ഒരു 10 ഞാൻ കൊടുക്കും. 10 ഒരു 15 കൊടുത്തു. ഞാൻ സൈഡ് എന്ന് പറഞ്ഞ ലെയറിനെ 3D ലെയറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെയർ റൊട്ടേറ്റ് ആവുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ജസ്റ്റ് അതിൻ്റെ സൈഡിലായിട്ട് തൊട്ട് ട്രാൻസ്ഫോം കൊളാപ്സ് എന്നൊരു ഓപ്ഷനുണ്ട്. ജസ്റ്റ് ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ആ ഒരു തിക്നെസ്, നമ്മൾ കൊടുത്ത ആ ഒരു സ്ട്രോക്കിൻ്റെ തിക്നെസ് കൂടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആ റൊട്ടേഷൻ 0 വാല്യൂ ആക്കുക. അതിന് ശേഷം ഞാൻ അവിടെ ആക്റ്റീവ് ക്യാമറ മാറ്റിയിട്ട് കസ്റ്റം വ്യൂ കൊടുക്കുക. കസ്റ്റം വ്യൂ കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്, ആ ലെയറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എഡിറ്റിൽ പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഷോർട്ട് കട്ട് കൺട്രോൾ ചെയ്യാണ്. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എടുത്തതിന് ശേഷം നമ്മുടെ സെലക്ഷൻ ടൂൾ മാറ്റിയിട്ട് പാൻ ബിഹൈൻഡ് ടൂൾ എന്ന് പറയും. ഷോർട്ട് കട്ട് വഴിയാണ് പാൻ ബിഹൈൻഡ് ടൂൾ ഉപയോഗിച്ച് നമുക്കിവിടെ എടുക്കുന്ന സമയത്ത് ഇവിടെ സ്നാപ്പിംഗ് എന്നൊരു ഓപ്ഷനുണ്ട്. അത് ടിക്ക് ഓഫ് ആയിരിക്കും. അത് ടിക്ക് ഓഫ് ആണെങ്കിൽ ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. ടിക്ക് ഓൺ ആക്കിയതിന് ശേഷം ജസ്റ്റ് സൈഡിലേക്ക് സ്നാപ്പ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം അതിൻ്റെ റൊട്ടേഷൻ എടുക്കുക. 6 ഷോർട്ട് കട്ട്, ജസ്റ്റ് -90. ഓക്കെ, അത് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് കൺട്രോൾ D, ജസ്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് വേണം മൂവ് ചെയ്യാൻ. ഓക്കെ, സ്നാപ്പ് ചെയ്തു. താഴത്തെ ലെയർ സെലക്ട് ചെയ്യാൻ ഡ്യൂപ്ലിക്കേറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കതിനൊരു 3D ക്യൂബ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ലെയറുകൾ 4 സെലക്ട് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. പ്രീ കോമ്പോസ് കൊടുക്കുന്നു. ഞാൻ 3D ക്യൂബ് സേവ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ആ ലെയറിനെ ഞാനിവിടെ വന്നതിന് ശേഷം, എവിടെയാണ് മെയിൻ ലെയറിൽ, ആ ലെയർ 3D ആക്കുക. അപ്പോൾ 3D ആക്കാൻ നമുക്ക് കിട്ടുന്ന ഔട്ട് ഇങ്ങനെയാണ്. അത് ഞാനത് കസ്റ്റം വ്യൂ മാറ്റിയിട്ട് ആക്റ്റീവ് ക്യാമറ ആക്കുക. ജസ്റ്റ് അതിന് ശേഷം ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്ത കൊളാപ്സ് ട്രാൻസ്ഫോർമേഷൻ ടിക്ക് ഓൺ ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആ 3D എഫക്റ്റ് കിട്ടും. അകത്ത് കൊടുത്ത അതേ 3D എഫക്റ്റ് കിട്ടും. റൊട്ടേഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ 3D നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിനകത്ത് കളർ കൊടുക്കണമെങ്കിൽ ജസ്റ്റ് എഫക്ട്സിൽ പോയിട്ട് ജനറേറ്റിനകത്ത് ഗ്രേഡിയൻ്റ് റാമ്പ് എടുക്കുക. ഇഷ്ടമുള്ള കളർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കളർ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടിപ്പ് അടുത്ത ക്ലാസ്സിലുണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ബൈ.